ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്, വീണ്ടും നമ്മൾ ട്രിച്ചിയിലെ വിശേഷങ്ങളാണ് കാണാൻ പോകുന്നത്. ഞാൻ ട്രിച്ചിയിൽ നിന്നും പോയിട്ടില്ല. അപ്പോൾ ഇപ്പോൾ നിൽക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഷോപ്പിംഗ് ഒന്ന് നോക്കാമെന്ന് വെച്ചാൽ എക്സ്പ്ലോറിങ് ഇവിടുത്തെ ലോക്കലായിട്ട് എന്ത് കാര്യമാണ് ഏറ്റവും ലാഭത്തിനൊക്കെ കിട്ടുന്നത്. അപ്പോൾ ഇവിടെ ക്ലോത്ത്സ് ഭയങ്കര ലാഭത്തിന് കിട്ടുന്ന ഏരിയ ഉണ്ട്. ഹോൾസെയിൽ സാരീസ് ആണെങ്കിലും പിന്നെന്താ പറയുക റെഡിമെയ്ഡ്സ് ആണെങ്കിലും ഒക്കെ കിട്ടുന്നൊരു ഏരിയ ഉണ്ട്. അതാണ് ശിങ്കാരത്തോപ്പ്. ആ ശിങ്കാരത്തോപ്പ് എന്ന് പറഞ്ഞാൽ ആ സ്ട്രീറ്റിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇവിടെ കുറേ കടകളുണ്ട്. അതിൽ ഏതെങ്കിലും ഒരു കടയിൽ കയറാം ആദ്യം. ഓക്കെ, ഹോൾസെയിൽ സാരീസ് എല്ലാം ഒന്ന് കാണാം, വിലയൊക്കെ അറിയാം. ഓക്കെ, ചെറിയ ഷോപ്പിംഗ്. ഈ ശിങ്കാരത്തോപ്പ് പറഞ്ഞ ഈ സ്ട്രീറ്റിൽ ഇഷ്ടംപോലെ കടകളുണ്ട് കേട്ടോ. റെഡിമെയ്ഡ്സ് സാരീസ് മാത്രമല്ല, ഹോൾസെയിൽ അല്ലാതെ വില കുറഞ്ഞ തന്നെ ഇഷ്ടംപോലെ തുണിത്തരങ്ങൾ. ഇതേ എല്ലാ കട തപ്പി നടക്കുന്ന കുറേ കടകളുണ്ട്. ഇതിലേത് പറ്റും എന്ന് നോക്കുകയാണ്. ഒരു കൃഷ്ണ സാരീസ് പറഞ്ഞു. ഇത് ഇങ്ങനത്തെ ഡിസൈൻ, രണ്ട് സൈഡിലും ബോർഡർ. ഇതുപോലത്തെ 3-4 കളേഴ്സ് ഉണ്ട്. അതെ, സോ അത് ഡിഫറെൻറ്റ് കളേഴ്സ്, പിങ്ക്, നേവി ബ്ലൂ, അങ്ങനെയല്ല. ഇത് 180 അല്ലേ? 180 ഫുള്ളി 180 സാരി. ഇതാണ് ക്രേപ്പ് സാരീസ്. ഇത് 250. ഇത് 250 ഈ ടൈപ്പ് സാരീസ് കണ്ടല്ലോ. ചെറിയൊരു ഗ്ലേസിങ് ഉള്ള ക്രേപ്പ് ടൈപ്പ് 250 ഉള്ളി. അതിന് തന്നെ വെറൈറ്റി കളേഴ്സാണത്. 4 കളർ, എല്ലാം 4 കളർ സെപ്പറേറ്റ് വരും. ഇതും 180 അല്ലേ? ഇത് ഫുൾ ഫ്ലോറൽ ഡിസൈൻ. ഇതിലെ എല്ലാ കളേഴ്സും ഉണ്ടാവും, 4 കളേഴ്സ്. ഇത് 180, 180 രൂപ. ഇങ്ങനെ നോക്കുകയാണ്, നമുക്ക് നമ്മുടെ കണ്ണിൽ ഇഷ്ടപ്പെടുന്ന ടൈപ്പ് ഏതാണുള്ളത്. 250. ഓക്കെ, അത് കൊള്ളാം. അതൊന്നും പറ്റില്ല. അതായത് റംസാൻ സ്പെഷ്യലാണ്. കുറച്ചൊരു ഇതൊക്കെ ആയിട്ട് കുറച്ച്. ഇതെന്നെ വില? 210, 210 രൂപയേ ഉള്ളൂ. ഇത് ഈ ടൈപ്പ് സാരി. അങ്ങനത്തെ ഇതിൻ്റെ വേറെ കളേഴ്സ് കിട്ടും അല്ലേ? ഓക്കെ, 6 കളേഴ്സ് ഉണ്ട്. എല്ലാം 210 രൂപയുടെ സാരീസാട്ടോ. അത് 210ൻ്റെ സാരീസാണ്. ഭയങ്കര ലാഭമാണ്. ഇത് സെയിം അല്ല, ക്രേപ്പ് ടൈപ്പ്. ഇത് 250. ഇത് നല്ലൊരു കോൺട്രാസ്റ്റ് കളറാണ്. ഇത് യെല്ലോ ആൻഡ് നേവി ബ്ലൂ കോമ്പിനേഷൻ. 250യുടെ നല്ല ക്വാളിറ്റി കേട്ടോ. 250ക്ക് സ്വർത്ത്. ഇതെല്ലാം കോട്ടൺ സമ്മർ സ്പെഷ്യൽ കോട്ടൺ, സാധാ കോട്ടൺ. ഇതെല്ലാം വില എന്നാ? ഇതെല്ലാം ചുങ്കിടി ടൈപ്പാ? ചുങ്കിടി സാരീസ് പോലത്തെ എല്ലാം ചെറിയ കസവൊക്കെ ആയിട്ട് കോട്ടൺ ആണ്. ഇത് സമ്മർ സ്പെഷ്യൽ. ഇതെല്ലാം 300 രൂപ. മൂന്നര മീറ്റർ, 5.5 മീറ്റർ, 550. നൈസ് കളർ കോമ്പിനേഷൻ. ഇത് ചുങ്കിടി. $300. ഇത് ലിനൻ കോട്ടൺ. ഇത് കുറച്ച് ഡിഫറെൻറ്റ്. 240. അതിന് തന്നെ വേറെ ഡിസൈൻസ്. 240. ലൈറ്റ് ഷെയ്ഡ്സ് അല്ല താഴെ കീഴെ അതന്നെ. കാണും. നല്ല കുറച്ച് കളേഴ്സ് വരുന്നത്. ഇതെല്ലാം ലിനൻ കോട്ടൺ. 240. അത് കൊഞ്ചം ഡിഫറെൻറ്റ്. വിത്ത് ബ്ലൗസാ? വർക്കുള്ള ബ്ലൗസും കൂടി ചേർന്ന് വരുന്നത്. ഇതെന്ത് മെറ്റീരിയല്? ഇതെന്നാ മെറ്റീരിയല്? സോർട്ടിങ് മെറ്റീരിയൽ. സാരി ഇത് സാറ്റിൻ മാതിരി അല്ലേ? ഇത് 360 ഉള്ളി വിത്ത് ബ്ലൗസ്, ഡിഫറെൻറ്റ് കളേഴ്സ്. ഇങ്ങനത്തെ സാരിയാണ്. നൈസ് കളർ. ലൈറ്റ് ഷെയ്ഡ്സ്, ഗ്രേ ഒക്കെ ഉണ്ട് കേട്ടോ. ലൈറ്റ് പിങ്ക്. ഇത് നല്ല കളർ ലാവൻഡർ. ഇതൊരു പിസ്ത ഗ്രീൻ. ഇത് വേറൊരു ടൈപ്പ് സാരിയാണ്. ദിസ് ഇസ് 350. ഓക്കെ, ഉടുക്കുമ്പോൾ ഇങ്ങനെ ഇരിക്കും. കൊള്ളാം, നൈസ്. ഇത് ചെറിയ ലൈറ്റ് ഷെയ്ഡ്സ് ആണ്, പേസ്റ്റൽ ഷെയ്ഡ്സ്. ഇത് നോക്കിയാൽ അതിൻ്റെ കൂടെ ഒരു ബ്ലൗസും വരുന്നുണ്ട് കേട്ടോ. ഫാൻസി വേണമെന്നുണ്ടെങ്കിൽ ഉപയോഗിക്കാം. ഫാൻസി ബ്ലൗസ്. അത്
ഈ ടൈപ്പ് സീക്വൻസ് ഒക്കെ വെച്ചിട്ട്, അല്ലെങ്കിൽ സാരി മാത്രമായിട്ടാണെങ്കിൽ അങ്ങനെ. ഇത് സിൽവറാണ്, സിൽവർ കളറിലെ ഒരു ഇത് വരും. പേസ്റ്റൽ ഷെയ്ഡ്സ് 3, 4, 5 ഷെയ്ഡോളം ഉണ്ട്. ഇനി ഇതിൻ്റെ തന്നെ ഡാർക്ക് ഉണ്ട്. ഡാർക്ക് പറയുമ്പോൾ ഇതതിൻ്റെ ബ്ലൗസ്, ഇതിൻ്റെ ബ്ലൗസാണ്, സ്റ്റോൺസാണ് ബ്ലൗസിൽ. ഇതെല്ലാം 350, 350. സിൽവർ ലൈൻസ് ഇങ്ങനെ ഇങ്ങനെ ഒഴുക്കനില്ല നമ്മുടെ പൂനം സാരീസ്, അതിൻ്റെ നൈസ്. ഇതിൻ്റെ ഡാർക്ക് ഷെയ്ഡ്സ് ഇത് കൊള്ളാം. ആൻഡ് ഇതൊരു ഷെയ്ഡാണ്, ഇത് വേറൊരു ഷെയ്ഡാണ്, റോയൽ ബ്ലൂ, അതൊരു പീകോക്ക് ബ്ലൂ ആൻഡ് മെറൂൺ. ദിസ് ഇസ് ഇത് മെജന്ത ബ്രൗൺ. ഇതാണ് കളർ, കൊടുക്കുമ്പോൾ ഇങ്ങനെ ഉണ്ടാവും. ദാറ്റ്സ് എ നൈസ് കളർ ഷെയ്ഡ്. എല്ലാം 350 ഉള്ളി ഇതുപോലെ ഇരിക്കും. നല്ല രസമുണ്ട് കേട്ടോ, കംഫർട്ടബിളാണ്. ഇതിലേത് 350 രൂപയ്ക്ക് ഇത് ഭയങ്കര നല്ല സാരി. ഇതൊരു സ്റ്റോൺ വെച്ചിട്ടുള്ള ബ്ലൗസാണ് ഇതിൻ്റെ കൂടെ വരുന്നത്. നൈസ്. ഇത് മെറൂണാണ് അല്ലേ, ഇറ്റ്സ് എ മെറൂൺ ഷെയ്ഡ്. അതിന് തന്നെ ബ്രൗണ്, മെജന്ത, റോയൽ ബ്ലൂ, കുറേ കളേഴ്സ് ഉണ്ട്, ഡിഫറെൻറ്റ്. ഇത് ഇതിൻ്റെ ബ്ലൗസ്. ഇത് തന്നെ വില? ഇത് 350. 350. ഓക്കെ. ഇത് ഫുൾ സ്റ്റോൺ വർക്ക്. യെസ്, 350. ഈ സാരിയുടെ ലൈറ്റ് ഷെയ്ഡ്സ് ആണ് കേട്ടോ. ഇതെല്ലാം 350യുടെ സാരീസാണ് ഇപ്പോൾ കാണുന്നത്. ഇതിൻ്റെ പല ലൈറ്റ് ഷെയ്ഡ്സ്, പേസ്റ്റൽ ഷെയ്ഡ്സ് എല്ലാം ഉണ്ട്. അതെ, നൈസ് ലൈറ്റ് പിങ്ക്. ഇതെന്നാ സാരി? പൂനം മെറ്റീരിയൽ 320. ജെറി വർക്കാ? ഇത് 320, ഈ ടൈപ്പ്. ഓക്കെ, പൂനം. അതിൻ്റെ പല ഷെയ്ഡ്സ് ഉണ്ട്. ഇതൊക്കെ റംസാൻ സ്പെഷ്യലാണ്. ഓക്കെ, ഇതെല്ലാം 320, 350 ആ റേഞ്ചിന് സാരീസ്. ഈ കോട്ടണൊക്കെ എന്താ വില? സാധാ കോട്ടൺ 655. ഓക്കെ, പ്യുർ കോട്ടൺ. ഇതിങ്ങനെ പൂനം സാരി, സോഫ്റ്റ് പൂനം സാരി. ഒരു കവറിൽ വരും എല്ലാം, ഒരു പാക്കറ്റ് ആയിട്ടാണ് വരുന്നത്. 4 കളേഴ്സ് ഒരേപോലത്തെ ഡിഫറെൻറ്റ് ഷെയ്ഡ്സ്. 260. ഓക്കെ, 260. അപ്പം 4 സാരി ഓരോ പാക്കറ്റിൽ വാങ്ങാൻ വേണമെങ്കിൽ 260. ദാറ്റ് ഈസ് ഒരു 1000 റുപ്പീസും 1040 അത്രേ ഉള്ളൂ. 1, 2, 3, 4 സാരി. ഇത് സോഫ്റ്റ് പൂനം സാരിയാണ്. ഇത് നോക്കിക്കോളൂ. ഇത് നമുക്ക് 240, 260. അതിങ്ങനെ സോഫ്റ്റായിട്ട് ഇങ്ങനെ ബത്തിക് പ്രിൻ്റാണ്. ബത്തിക് പ്രിൻ്റ് 1 ലെയറിലൊക്കെ വെറുതെ ഇടാം, കുഴപ്പമില്ല. ഇങ്ങനെ ലൂസായിട്ട് കിടക്കും. നൈസാണ്, എനിക്കിഷ്ടപ്പെടുന്ന ടൈപ്പാണ്. ഇതിൻ്റെ തന്നെ പല കളേഴ്സ്. ഇതിൻ്റെ ഗ്രേ ഉണ്ട്. ദിസ് ഇസ് ദ ഗ്രേ കളർ, ഗ്രേ ആൻഡ് ബ്ലാക്ക്. ഓക്കെ, നൈസ്, വെരി നൈസ്. ഓക്കെ, ഇത് രണ്ടും മാറ്റി വെച്ചോ. ഓക്കെ, ഇത് അതിൻ്റെ തന്നെ ഈ കൊടയാണ് അതിൻ്റെ പ്രിൻറ്റ്. ഓക്കെ, സെയിം മെറ്റീരിയലാട്ടോ, സോഫ്റ്റ് കണ്ടോ, ബ്ലാക്കിൽ. നൈസ്. ഇത് ഇവിടുത്തെ നോർമൽ കോട്ടൺ ടൈപ്പില്ലേ, പ്ലെയിൻ കോട്ടൺ ടൈപ്പ്. ഇതെല്ലാം 650, 700 ആ റേഞ്ചിൽ വരുന്നത്. നോക്കാം, പ്യുർ കോട്ടൺ. 2 സൈഡിലും ബോർഡർ. ഇറ്റ്സ് നൈസ്. നല്ല കളർ കോമ്പിനേഷൻസ് കാണുന്നുണ്ട് കേട്ടോ. നൈസ് കളേഴ്സ്. ഇതെല്ലാം അത് തന്നെ, ഈ ടൈപ്പ്. ഇതൊരു ടൈപ്പ്. പിന്നെ ഇത് വേറൊരെണ്ണം, ഗ്രേ. ഡാർക്കും ഉണ്ട്, ലൈറ്റ് ഷെയ്ഡ്സും ഉണ്ട്. ഇതുണ്ടോ, പാടാമില്ല. ഇതെല്ലാം 650, 700. ഓക്കെ, ആ റേഞ്ചിൽ. യെസ്, മെറൂൺ പീകോക്ക് ബോർഡർ 650, 700. അത് തന്നെ. ഇപ്പോൾ കണ്ട കുറച്ച് കളേഴ്സാണിത്. ഇത് നോക്കിക്കോ. അപ്പോൾ ഞാൻ ഉടുത്തിരിക്കുന്ന സാരി സംതിങ് സിമിലറാണ്. അത് ഞാൻ ബാലരാമപുരം നമ്മുടെ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചാണ്. 2 സൈഡ് ബോർഡറാണ് കേട്ടോ, പീകോക്ക്. ഇത് ഓൺലി 1 വീതി ബോർഡർ, 1 സൈഡ് ബോർഡർ. ബാക്കിയെല്ലാം 2 സൈഡ് ബോർഡറായിരുന്നു.
നല്ലത് നമ്മുടെ ഈ സാധാരണ മൽമൽ കോട്ടൺ ഇല്ലേ, സിമ്പിൾ വെയർ, അതെ. ഗ്രീൻ ആൻഡ് യെല്ലോ, ഒരു സൈഡിൽ യെല്ലോ ഒരു സൈഡിൽ റെഡ്. നോക്കിയത് സാരി ഇതാണ് കേട്ടോ, അങ്ങനെ ഇരിക്കും ഉടുക്കുമ്പോൾ. ഓറഞ്ച് ആൻഡ് യെല്ലോ മൽമൽ കോട്ടൺ, ദിസ് ഇസ് നൈസ്. 650. ഓക്കെ ഓക്കെ. യെല്ലോയും ഓറഞ്ചും. അത് നല്ല സാരി. ഓക്കെ. എന്നാലും 650ക്ക് അത് ലാഭമാണ് കേട്ടോ, ഹോൾസെയിൽ കടയായതുകൊണ്ട്. അപ്പോൾ ഈ ഭാഗത്താണ് ഈ കോട്ടൺ, കുറച്ച് ചെറിയ വില കുറഞ്ഞ ഫാൻസി പൂനം സാരീസ്, പിന്നെ മൽമൽ, അതെല്ലാം ഈ താഴത്തെ ഫ്ലോറിലായിരുന്നു. ഇനി മേളിലേക്ക് പോയി കഴിഞ്ഞാൽ ഇതൊരു മൽമലാണ് കേട്ടോ. ഇത് നല്ല സാരിയാണ്, പക്ഷേ എനിക്ക് ഓൾറെഡി ഇതുപോലെ ഉണ്ടെന്ന് തോന്നുന്നു. ഇങ്ങനെ നേവി ബ്ലൂവിൽ ഒരു തത്തപ്പച്ച, എല്ലാം 650 സാരീസ്. ഓക്കെ. അപ്പോൾ ഇനി മേലത്തെ ഫ്ലോറിൽ മേലെ ഇവരുടെ വേറൊരു സെക്ഷനാണ്. ഇത് മുകളിലത്തെ നിലയിൽ. ഇവിടെ കംപ്ലീറ്റ് പട്ട് സാരി പോലെ യൂണിഫോം സാരീസ് കൊടുക്കും അല്ലേ. എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ ഈ ഗ്രൂപ്പായിട്ട്, ഇപ്പോൾ ടീച്ചേഴ്സ്, പിന്നെ അതുപോലെ ഒരു ഓണമൊക്കെ വരുമ്പോൾ അവരെല്ലാവരും ഒന്നിച്ച് ഒരുപോലത്തെ ഡ്രസ്സ് ഇടില്ലേ, അങ്ങനെ ഉള്ള ടൈപ്പ് ഓഫ് സാരീസാണ് ഇതെല്ലാം. ഞാനിപ്പോൾ കാര്യമായിട്ട് വിശാലമായിട്ടിരുന്ന് സാരീസ് കാണാൻ പോവാണ്. ഓക്കെ. ലൈറ്റ് വെയ്റ്റ് ബനാറസി, കുറേ നമ്പർ ഓഫ് സാരീസ് വേണമെങ്കിൽ ഓർഡർ ചെയ്യാൻ പറ്റും. ഗോൾഡൻ, കോപ്പർ കളർ, ഇതുപോലെ ഇരിക്കും ഉടുക്കുമ്പോൾ. ഇതൊക്കെ എന്ത് വില? ഇങ്ങനെയാണ് ഇരിക്കുന്നത്. വിത്ത് ബ്ലൗസ് വരും. ബ്ലൗസും ഇത് തന്നെ വേണമെന്നില്ലല്ലോ. പക്ഷേ സാരി ഈസ് നൈസ്, ഗോൾഡൻ ടിഷ്യൂ സാരി പോലെ. ഇത് ബനാറസിയാണെന്ന് പറഞ്ഞത്. സ്വർണ്ണ നിറം കൊള്ളാമല്ലേ. അപ്പോൾ എല്ലാവർക്കും കുറേ പേർക്ക് ഒരുപോലെ ഓർഡർ ചെയ്തിട്ട് കൊടുക്കാൻ പറ്റുന്ന കളേഴ്സ്, ഡിഫറെൻറ്റ് കളേഴ്സിൻ്റെ കോൺട്രാസ്റ്റ് ബ്ലൗസ് ഇടാം. 550, അത്രേ ഉള്ളൂ. 550 ഉള്ളി. ബനാറസി ടിഷ്യൂ അതിന് തന്നെ പല കളേഴ്സ് ഉണ്ട്. കോപ്പർ കളറുണ്ട്, ഗോൾഡൻ എൻ്റെ ഫേവറേറ്റ് കളറാണ് ഇങ്ങനത്തെ കളേഴ്സ്. ഇത് തന്നെ അതിൻ്റെ ഒരു കോപ്പർ ഷെയ്ഡ് ഉണ്ട്. ഉടുക്കുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. ഇതൊക്കെ യെസ്, ദിസ് ഇസ് അഗൈൻ നൈസ്. അത് ഉടുക്കുമ്പോൾ ഇങ്ങനെ ഇരിക്കും കേട്ടോ, ഇങ്ങനെ സാരി. 650 അല്ലേ? 550. 550 ഉള്ളൂ. ഓക്കെ, തെറ്റിപ്പോയി. ഇതെല്ലാം ബനാറസി ടിഷ്യൂ. അതിന് തന്നെ കുറച്ച് ലൈറ്റ് ഷെയ്ഡ് വേണമെങ്കിൽ പേസ്റ്റൽ ഷെയ്ഡ്സ്. അതെ, നോക്കിയേ, ഒരു ഡബിൾ ഷെയ്ഡ് പോലെ തോന്നും, ഒരു ചെറിയൊരു അല്ലേ, ഡബിൾ ഷെയ്ഡ് ഗ്ലേസിങ്. അല്ല, 550 രൂപയുള്ളൂ കേട്ടോ, ഭയങ്കര ലാഭം. പിസ്ത ഷെയ്ഡാണ്, ഭയങ്കര ലൈറ്റ് ഒരു ഡബിൾ ഷെയ്ഡായിട്ട് വരുന്നത്. ഇറ്റ്സ് നൈസ്. അത് ഭയങ്കര നല്ല ഭംഗിയുള്ള ബ്ലൗസിൻ്റെ കൂടെ ഇടാൻ പറ്റും, കോൺട്രാസ്റ്റ് ബ്ലൗസസ്. ഇതിൻ്റെ കൂടെ ഒരു ഫാൻസി ബ്ലൗസ് ഉണ്ട്, പക്ഷെ അതല്ല ഞാൻ പറയുന്നത്. നമുക്ക് സ്വന്തമായിട്ട് ഡിസൈൻ ചെയ്ത കളേഴ്സ് എടുക്കാം. നമ്മുടെ ഈ കോടി കളർ പറയില്ലേ, ഇതുപോലെ. ദിസ് ഇസ് ദ സാരി വിത്ത് ബ്ലൗസ്. ബ്ലൗസ് വേറെ ഇടാം. ഓക്കെ, ഇതുണ്ട്. അതിൻ്റെ മറ്റൊരു ഷെയ്ഡാണ് ബനാറസി ടിഷ്യൂ. ഈ ലൈറ്റ് ഷെയ്ഡ് ഇഷ്ടമുള്ളവർക്കും ഡാർക്ക് ഷെയ്ഡിലെ ബ്ലൗസും ഇതും കൂടി ചേർത്ത് അത് കോംബോ ആയിട്ടിട്ടാണ്. ഇത് ഈ സെക്ഷൻ കംപ്ലീറ്റ് യൂണിഫോം സാരീസാണ്. ഇത് നോക്കിയാൽ ഇതൊക്കെ റെയിൻബോ കളേഴ്സ് അല്ല, ഇതെല്ലാം 375ആണ്. ഇതുപോലെ പറഞ്ഞാൽ അത്രയും സാരി, എത്ര സാരി വേണമെങ്കിലും കിട്ടും. ഒരു 360, എല്ലാം 360. ഒരേ കളറിൽ കൊടുക്കണം എന്നുണ്ടെങ്കിൽ അത് എളുപ്പമായില്ലേ. ഇതൊക്കെ നോക്കിയേ, ഇതുപോലെ ഇരിക്കും. 350, 315, 350 അങ്ങനെയെല്ലാം വരും.
ഇതിൻ്റെ പല ഷെയ്ഡ്സ്, അതൊക്കെ യൂണിഫോം സാരീസ് എന്ന് പറയും ഇതിനെ. ഓക്കെ, ഇനി ഇവിടെ ഉള്ള കാര്യങ്ങൾ പിന്നെ ബനാറസിയുടെ ഞാൻ കണ്ടു. ബനാറസി ടിഷ്യൂ എന്ത് സാരിയാണ് ഇത്? മെറ്റീരിയൽ കോട്ടൺ സിൽക്കാണോ? കോട്ടൺ ബേസിലെ ഇത് പ്ലെയിൻ ഒരു കളർ തന്നെ. ഓക്കെ, കോട്ടൺ 450. ഇതിങ്ങനെ ഇരിക്കുക കേട്ടോ യൂണിഫോം സാരി. ഓരോന്നോരോ ഡിസൈനാണ്. ഇതിപ്പോൾ ഈ ടൈപ്പ്, പിന്നെ ഇതാണെങ്കിൽ ഈ ടൈപ്പ്, ഇങ്ങനെ ഓരോ ഫാൻസി ഇത് അത് തന്നെ ബ്ലൗസ്. ഇതെന്ത് സാരി? ഇത് ബ്ലൗസ് യൂണിഫോമാണ്. ബനാറസിയാണ്, പട്ട് പോലെ ഇരിക്കുന്നു. ടിഷ്യൂ കോട്ടൺ. ഇതെന്ത് വില? എന്നാ വില? 550 ആണ്. പട്ട് സാരി പോലെ ഇരിക്കും ടിഷ്യൂ കോട്ടൺ. ഇങ്ങനത്തെ കുറേ സാരീസാണ്. ഇതൊക്കെയാണ് ഈ ഭാഗത്തുള്ള. ഒരുപാടുണ്ട് കേട്ടോ, ഒരുപാട് കളക്ഷൻ. ഇനി അപ്പുറത്ത് ഫാൻസി, അത് അവരുടെ തന്നെ ഷോപ്പിൻ്റെ അപ്പുറത്തെ സൈഡ്. ഇത് ഫുള്ള് ഫാൻസി സാരീസ്. ഈ പ്രിൻ്റ് നോക്കി, ഇത് 391. ഈ സ്റ്റോൺ വർക്കൊക്കെ ചെയ്ത് നല്ല ഭംഗിയുണ്ട്. 391. ഇത് അതിൻ്റെ തന്നെ ബ്ലാക്ക് ആൻഡ് ഗ്രേ എല്ലാ കളേഴ്സും ഉണ്ട്. ഇത് 5 കളേഴ്സ്, 4 കളേഴ്സാണ്. ഇറ്റ്സ് നൈസ്. ഓ, ഇതും കൂടി വരുമ്പോൾ കറക്റ്റ് എല്ലാ കളറുമായി 391. അത് കൊള്ളാം. അതുപോലത്തെ വേറെ പാറ്റേൺ എന്ന് പറഞ്ഞാൽ ഇതൊരു ഫാൻസി, ഇതും അതുപോലെ ഇത്. ഓക്കെ, ഇതെൻ്റെ വേറൊരു ഡിസൈൻ. നല്ല ഭംഗിയുണ്ട് കേട്ടോ, നല്ല രസമുണ്ട്. ഇതെല്ലാം 391. ഇതാണ് സംഭവം. നൈസ്. ഇങ്ങനത്തെ മെറ്റീരിയൽ കേട്ടോ, നല്ലതാണ്. ഇതിൻ്റെ പല കളേഴ്സ് ഉണ്ട്. നൈസ്. ഇതിങ്ങനെ നമുക്ക് നടന്ന് കാണാം കേട്ടോ. ഇത് പലതും സാരി ഫുൾ വർക്ക്. എൻ്റെ അമ്മീ, ഞാൻ പാചകറാണി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് എനിക്ക് ഇവിടെ വന്നിട്ട് ഇഷ്ടംപോലെ വർക്ക് ചെയ്ത സാരി വാങ്ങായിരുന്നു. ഇത് വിത്ത് ബ്ലൗസാ? സെപ്പറേറ്റ് തനി ഇതിലേ ഇല്ല, റണ്ണിങ് ബ്ലൗസ്. ഇത് നോക്ക്, ഫുൾ വർക്ക്. ഇത് മുന്താണി 671, ഫുൾ സ്റ്റോൺ വർക്ക്. അയ്യോ, എനിക്ക് വയ്യ. ഉള്ള ഫുള്ളില്ല അല്ലേ? മുന്തി കുറച്ച്, ഫുള്ളില്ല. ഒരു ഈ പോർഷനിൽ വരും. ഇത് കംപ്ലീറ്റ് അങ്ങനത്തെ സെക്ഷനാണ്. ഇതിൻ്റെ എല്ലാം പിക്ചേഴ്സ് കണ്ടാൽ മതി, തുറക്കേണ്ട ആവശ്യമില്ല. അതേ നോക്കിയേ, ഇതെല്ലാം അതുപോലത്തെ വേറെ കളർ. ഓക്കെ, വേണ്ട, എടുക്കണ്ട. ഇതങ്ങനെ ഇതേ നോക്ക്, ഇതിൻ്റെ ബ്ലൗസാണേ വർക്ക് ചെയ്ത്. ഇതും അതേ വിലയാ? ഇതെന്നെ വില? അതിൻ്റെ പല കളേഴ്സ് എല്ലാം കിട്ടും. നോക്കൂ, ഇവരാണ് ഇവിടെ പല, ഇപ്പോൾ കേരളത്തിലും പല സ്ഥലത്തും എല്ലാം ഇവർ സപ്ലൈ ചെയ്യുന്നതാണ് റീറ്റെയിൽ ഷോപ്സിന്. ഇത് ഹോൾസെയിൽ ഷോപ്പാണ്. അപ്പോൾ നമുക്ക് അത്യാവശ്യം വന്ന് ഇഷ്ടപ്പെട്ട് വാങ്ങാനാണെങ്കിലും വാങ്ങാം, കുഴപ്പമില്ല. 4-5 സാരിയൊക്കെ വാങ്ങി. അല്ലെങ്കിൽ നിങ്ങൾക്ക് ബിസിനസ്സായിട്ട് തുടങ്ങണമെങ്കിൽ ഇവരുടെ നിന്ന് വാങ്ങിയിട്ട് പോയിട്ട് വിൽക്കാം, അങ്ങനെയും ചെയ്യാം. ഓക്കെ, 770. ഓക്കെ, ഇതെങ്ങനെ ഇരിക്കും സാരി? 770. ഇതെന്നാ വില? 461 ഉള്ളി. നൈസ്. ഇതെന്നാ മെറ്റീരിയൽ? പൂനം ഷിഫോൺ. ഇത് പൂനം ഷിഫോൺ. ഇത് 400 സംതിങ് അല്ലേ? 461, അത്രേ ഉള്ളൂ. നൈസ്. ഓരോ സാരിയുടെയും ഡിസൈൻ എന്താണെന്ന് ഏകദേശം ഒരു ഐഡിയ കിട്ടും ഇങ്ങനെ നോക്കുമ്പോൾ തന്നെ. ഫാൻസി സെക്ഷനാണിത്. ഓക്കെ, പേരെന്താ? നിത്യ. ഓക്കെ, 750. ഒരു ബ്രൊക്കേഡൊക്കെ ഉണ്ട് ബോർഡർ. ഇത് മെറ്റീരിയൽ ടിഷ്യൂ. ഓ, ടിഷ്യൂ സോഫ്റ്റ് സിൽക്ക്. ഇങ്ങനെ ബോർഡർ. ഇത് എത്ര പറഞ്ഞേ? 750 ഉള്ളി. നൈസ് അല്ലേ? ഉണ്ടോ? ഇങ്ങനെ വരും ബോർഡർ, ഇങ്ങനെ വരും, ഈ പോലെ വരും. സോഫ്റ്റ് കോട്ടൺ ടിഷ്യൂ അല്ലേ? അങ്ങനത്തെ മെറ്റീരിയലാണ്. ഇതുപോലത്തെ കുറേ ഉണ്ട് ഇവിടെ സെലക്ഷൻ. ഇതൊക്കെ ആ ടൈപ്പ് തന്നെ. നമുക്ക് ഇതൊക്കെ ഇതെല്ലാം ഈ ടൈപ്പ് അല്ലേ? ഇങ്ങനത്തെ ടൈപ്പാണ്.
411 ഉള്ളി. അത് ഇത് 411 അല്ലേ? ഇത് വ്യത്യാസമുണ്ട്, ക്വാളിറ്റി ഈസ് ഡിഫറെൻറ്റ്. ഇത് 750, ഇത് വെറൈറ്റി, ഇത് 400 സംതിങ്. പക്ഷേ ഇത് വെറൈറ്റി വ്യത്യാസമാണ് കേട്ടോ. നല്ല നല്ല ബോർഡറൊക്കെ ആയിട്ട്. ഇസ് നൈസ്. ഓക്കെ, ബ്രൊക്കേറ്റ് ടൈപ്പ്. പിന്നെ ഇതുപോലത്തെ കുറേ സാധനമുണ്ട്. 511. ഓ, ഇങ്ങനത്തെ ഇതിൻ്റെ പല ഷെയ്ഡ്സ് ഉണ്ട്. 514. ഇങ്ങനെ കുറേ ഫാൻസി സംഗതികൾ. ഇതെന്ത് മെറ്റീരിയൽ? കോട്ടണാ? കൊഞ്ചം ട്രസ്സറാ? ഡിജിറ്റൽ പ്രിൻ്റാണ് ട്രസ്സർ. ഓക്കെ, ഇത് വില? ഇത് ഡിജിറ്റൽ പ്രിൻറ്റ് ഡിഫറെൻ്റ് ആണ്. ഇത് കുറച്ച് ഹെവിയാണ് ഈ ടൈപ്പ്. അപ്പോൾ നമ്മുടെ ഇഷ്ടം എന്താണോ അതനുസരിച്ചിട്ട് വാങ്ങാമല്ലോ ഓരോരോ കാര്യം. 550 രൂപ അത് ട്രസ്സറിൻ്റെ. ഓക്കെ, കുറേ ആയി, മതിയാക്കാം. ഞാൻ കുറച്ച് സാരീസ് വാങ്ങിക്കുന്നുണ്ട് ഇൻ ബിറ്റ്വീൻ. ഇതിന്ന് സെലക്ട് ചെയ്യണം. അവിടെ നിന്ന് കുറച്ച് എടുത്തു, താഴെ നിന്ന്. ഇനി ഇവിടെ നിന്നും കൂടി സെലക്ഷൻ നടത്തട്ടെ. എനിക്കേത് വേണം എന്നുള്ള അന്വേഷണത്തിലാണ്. ഗ്രേ ആൻഡ് ബ്ലാക്ക് ലെപ്പേർഡ് പ്രിൻറ്റ്. അതിൻ്റെ തന്നെ വേറൊരു കളറാണിത്. ഇത് കൊള്ളാം. ഇതൊരെണ്ണം എടുത്തു, ഇതിന് വില 461. ഇതൊരെണ്ണം എടുത്തു, അത് 391. അത്രേ ഉള്ളൂ. ഇത് രണ്ട്. പിന്നെ താഴെ നിന്ന് 2-3 സാരീസ് എടുത്തിട്ടുണ്ട്. ഓക്കെ, ഇതെല്ലാം എടുത്തോളൂ. ഇത് ഫാൻസിയാ? ഫുൾ വർക്ക് സാരി ഫാൻസി. ഇത് ഫുൾ വർക്കില്ല, അതുണ്ടോ? ഉണ്ടല്ലോ, കുറേ ഉണ്ട് ഫാൻസി. ഇതൊരു പാർട്ടി വെയർ സാരിയാണ്. 570 ഉള്ളി. പക്ഷേ നല്ല സ്റ്റൈലായിരിക്കണം. നല്ല ഇതൊക്കെ സൂപ്പറായിരിക്കും. കണ്ണാടി നോക്കിയപ്പോൾ തോന്നി. ഫങ്ഷൻസിനൊക്കെ ഇടാൻ പറ്റിയ പാർട്ടി വെയറാണേ. ഇതും കൊള്ളാം കേട്ടോ. പോയ വഴിക്ക് കണ്ടതാണ്, അതും കൂടെ തൂക്കി. ഒരു ഫെയ്ഡഡ് ബ്ലാക്ക് പോലെ കൊള്ളാമല്ലോ. നടന്നു പോയതാ, എല്ലാം മതിയാക്കി ബില്ല് ചെയ്യാൻ പോയ വഴിക്ക് കണ്ട്. അന്നേരം പിന്നെ വീണ്ടും കയറി. യെസ്, ആ റെഡിൻ്റെ ഹെർബ് കളർ. നൈസ്. ഓക്കെ, ഇതും കൂടി എടുക്കാം. ഇതെല്ലാം എന്നാ വില സാരി? 190. ഓക്കെ. 10 രൂപയുടെ മാർജിനിലാണ്. ഞാൻ റീറ്റെയിൽ ഷോപ്പിൽ നമ്മൾ പോയി കണ്ടില്ല, അത് 200 ആയിരുന്നു. ഇത് 190 ഉണ്ട് ഇവിടെ. അങ്ങനെ കൃഷ്ണ സാരീസ് എന്ന് പറയുന്ന ഈ കട, ഇത് എൻ്റെ GM ആണ്, ശ്രീ ചന്ദ്രശേഖർ, അദ്ദേഹമാണ് ഇത് കൃഷ്ണ സാരീസ്. ഇത് ശിങ്കാരത്തോപ്പ്, അതാണ് സ്ട്രീറ്റിൻ്റെ നെയിം, ട്രിച്ചി. ഇത് ഹോൾസെയിൽ ഷോപ്പാണ്. അപ്പോൾ ഇവിടെ വന്നാൽ നിങ്ങൾക്ക് വാങ്ങാം, എല്ലാം ചെയ്യാം. ഓക്കെ. താങ്ക് യു. തിരുപ്പതി വെങ്കടാചലപതിയുടെ ഒരു പിക്ചർ അദ്ദേഹം തരുവാണ്. ഭയങ്കര ഐശ്വര്യമാണ് തിരുപ്പതി പോകാൻ കയ്യിലുണ്ടെങ്കിൽ. താങ്ക് യു. അങ്ങനെ കടയിൽ നിന്നൊക്കെ പുറത്തിറങ്ങി. ഇതൊരു ബിസി സ്ട്രീറ്റാണ് കേട്ടോ, ശിങ്കാരത്തോപ്പ്, നിറച്ച് കടകൾ. ഞാനിപ്പോൾ ഒരു ഷോപ്പിൽ കയറിയതൊരു ഹോൾസെയിൽ ഷോപ്പ്. ഇതുപോലെ വേറെ ഹോൾസെയിൽ ഷോപ്പുകളുണ്ട്, റീറ്റെയിലുണ്ട്. എല്ലാത്തിനും ചെറിയ വ്യത്യാസം ഉണ്ടാവും. ഫാൻസി ഡ്രസ്സ് ഇഷ്ടംപോലെ കിട്ടും കേട്ടോ, ഡ്രസ്സുകൾ. സാരി മാത്രമാണ് ഞാൻ ഇപ്പോൾ കോൺസെൻട്രേറ്റ് ചെയ്ത്. അപ്പോൾ ഇനി ഇവിടുന്ന് ഇപ്പോൾ 2:30 മണി കഴിഞ്ഞു. ഒരു മെസ്സിലേക്ക് പോവാണ് ഭക്ഷണം കഴിക്കാൻ, ലഞ്ച്. ഇപ്പോൾ ഏതാണ്ടൊക്കെ തീരാറായി കാണും, എങ്കിലും ശ്രമിച്ചു നോക്കാം. അങ്ങനെ ലഞ്ച് ടൈം ഏകദേശമൊക്കെ കഴിയാറായി. എങ്കിലും ഇവിടുത്തെ ഒരു അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ളൊരു 10-35 വർഷം പഴക്കമുള്ളൊരു ചെട്ടിനാട് മെസ്സിലേക്കാണ് അറിയാം. മുരുകപ്പ ചെട്ടിനാട് മെസ് കയറാൻ പോകുന്നു. സമയം ഏതാണ്ട് കുറേ ആൾക്കാരൊക്കെ പോയി, കുറച്ച് ആൾക്കാരെ കാണുള്ളൂ. ഇപ്പോൾ ഏതാണ്ട് 3 മണി ആകാറ്. അപ്പോൾ മുരുകപ്പ എന്ന് പറയുന്ന ഒരു ഹോട്ടലിലാണ് പറയുന്നത്, ഒരു മെസ്സാണിത്. ഇവിടെ നോൺ വെജ് കിട്ടും. ഓക്കെ, കുറച്ച് പഴക്കം ചെന്നൊരു കടയാണ്, നല്ല ഫേമസ് ആണ്. നോൺ വെജ് ആൻഡ് വെജ്. നല്ല നോൺ വെജിന് അത്യാവശ്യം പേരുള്ളൂ. തീർന്നിട്ടില്ല ഭാഗ്യത്തിന്, 3 മണി ആകാറായി. ഓടിയെത്തുക. മുരുകപ്പ ചെട്ടിനാട് മെസ് എന്നാണ് പറയുന്നത്. അപ്പം ചെട്ടിനാട് ഫുഡിന് സ്പെഷ്യലൈസ് ചെയ്തിട്ടുണ്ട്. എല്ലാം ഉണ്ട്. മട്ടൺ, കൊടൽക്കറി, കാട, ഫിഷ്,
പലതരം ചിക്കൻ വിഭവങ്ങൾ. അപ്പോൾ അവരിങ്ങനെ ഒരു പ്ലേറ്റിൽ എല്ലാം കൂടി വെച്ചിട്ട് കൊണ്ടുവന്ന് കാണിക്കും. നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ അത് കൊണ്ടുവരും. ഇതാണ് ഐറ്റംസ് എന്തൊക്കെയാണ്. ഇത് കാട കറി, ചിക്കൻ ലെഗ് പീസ് മാത്രമായിട്ട്, മറ്റൻ തലക്കറി ബ്രെയിനാ അല്ല തല മാത്രം. ഓ ഹെഡ് പീസ്. ഇത് മട്ടൻ തലക്കറി, മട്ടൻ ചുക്ക, ഓക്കെ. ലിവർ, മട്ടൻ ലിവർ, ലിവർ കറി, ബോട്ടി കറി, മട്ടൻ ബോട്ടി. ഇത് വജ്രം കുളമ്പ് മീൻ, വജ്രത്തിന്റെ ഫ്രൈ, വറുവൽ, കിളിമീൻ ഫ്രൈ. ഇത് പ്രോൺ ഫ്രൈ, ചിക്കൻ 65. നെത്തലി മീനും ഉണ്ടായിരുന്നു, അത് ഫിനിഷ് ആയി അല്ലേ മുടിയായി. ഇതിപ്പോൾ നമ്മളിപ്പോൾ ഇപ്പോൾ ഏതാണ്ട് 3 മണിയായി കേട്ടോ. അപ്പോൾ ഏതാണ്ട് കഴിഞ്ഞു. അപ്പോൾ ഇതിൽ ഏതൊക്കെ വേണമെന്ന് ഓർഡർ ചെയ്താൽ അത് മാത്രം എടുക്കാം. ഓക്കെ, പറയാം നമ്മൾ എന്താ വേണ്ടത്. ഒരു ഇത് പറയാം, ലിവർ പറയാം, നോർമൽ കാര്യങ്ങൾ പറയാം. എനിക്ക് പക്ഷേ ഞാൻ ബോട്ടി ഒന്നും കഴിക്കില്ല. ഓക്കെ, ലിവർ കറി വേണം. ലിവർ ഇത് തന്നെയല്ലേ, മട്ടൻ ലിവർ തന്നെ. ഓക്കെ, ഇത് വേണം, പ്രോൺസ്. ഓക്കെ, അപ്പോൾ നമ്മൾ ചാപ്പാട് തുടങ്ങാൻ പോകും. വിളമ്പുന്നു ആദ്യം ഉപ്പ് ഇട്ട് തുടങ്ങുന്നു. ഇത് ക്യാബേജ്, കോളിഫ്ലവർ പൊരിയല, ക്യാബേജ്, കോളിഫ്ലവർ. പിന്നെ ബാക്കി നോൺ വെജൊക്കെ വരും. പിന്നെ ഒഴിക്കാൻ രസം, മോര്, അങ്ങനത്തെ ഉണ്ട്. പിന്നെ എല്ലാത്തിൻ്റെയും കുളമ്പിൻ്റെ, മട്ടൻ കുളമ്പിൻ്റെ ചാറ് തരും. കുളമ്പ് അത് തന്നെ, ചിക്കൻ കുളമ്പ്, ഫിഷ് കുളമ്പ്, മട്ടൻ ഗ്രേവി. ഓക്കെ, ദിസ് ഇസ് മട്ടൻ ഗ്രേവി. അപ്പോൾ ഏതാണ്ട് ഇവിടെ എല്ലാ പരിപാടിയും കഴിഞ്ഞിരിക്കുന്ന സമയത്താണ് ഞാൻ വന്നിരിക്കുന്നത്. തിരക്കെല്ലാം കഴിഞ്ഞു. പക്ഷെ ഉണ്ട് ഭാഗ്യം. ഇത് ലിവർ ഗ്രേവി, ചിക്കൻ ഗ്രേവി, മട്ടൻ ഗ്രേവി, എല്ലാ ഗ്രേവീസും ഉണ്ട്. ഇവിടെ ഇപ്പോൾ ഭയങ്കര ചൂടാണ്. പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അറിയാമല്ലോ. അയ്യോ, സമ്മറിൻ്റെ പീക്കിലാണ് നമ്മൾ കിടന്ന് കറങ്ങുന്നത്. അതും തമിഴ്നാട്ടിൽ. ഞാനിങ്ങനെ രാവിലെ റോഡിലേക്ക് ഇറങ്ങിയാൽ ഇടയ്ക്കൊരു സാരി ചേഞ്ചിന് തിരക്കോണു. ഫുൾ വെയിലും ടെക്സ്ചറെല്ലാം മാറി. നമ്മളിങ്ങനെ ഷാമ്പൊക്കെ ഇട്ട് സെറ്റ് ചെയ്ത് കൊണ്ടത് ഇപ്പോൾ എല്ലാം കുളമായി. തിരിച്ചെടുത്ത് ഒരുപാട് വഴിയുണ്ട് മുടി ഒന്ന് സെറ്റാക്കി. കാട ഗ്രേവി, ഡമ്മി ഗ്രേവി ഉണ്ട്. പിന്നെ മട്ടൻ ചുക്ക. ഓക്കെ, മട്ടൻ ചുക്ക വന്നു. മട്ടൻ ചുക്ക ഡ്രൈ ആയിട്ട്. മറ്റേ കറിയിൽ ചില കടകളിൽ, അതായത് ഇപ്പോൾ ചെറ്റനാട് സ്റ്റൈലിൽ ചെയ്യുമ്പോൾ ഇത് ഡ്രൈ ആയിട്ട് തന്നെ കിട്ടും. അല്ലാണ്ട് കുറേ കടകളിൽ ചുക്ക എന്ന് പറഞ്ഞ് കൊടുക്കുന്നുണ്ട്. പക്ഷേ അത് കുറച്ച് ഗ്രേവി ടൈപ്പാണ്. ഉച്ചയ്ക്ക് 1 മണി തൊട്ട് 3 മണി വരെ കൊണ്ട് ക്ലോസ് ചെയ്യുക. അപ്പോൾ ഇപ്പം നമ്മൾ വന്ന് ഭാഗ്യത്തിന് കുറച്ച് ഫുഡുണ്ട് തരുന്നു. അതുകൊണ്ടാണ് ഇവിടെ എല്ലാം ഒഴിഞ്ഞു നടക്കുന്നത്. അവിടെ ക്ലീനിങ് ടൈമാണ്. ഇനി വൈകുന്നേരം 6 തൊട്ട് 10 വരെ അത് പൊറോട്ട, പിന്നെ ഈ സാധനങ്ങൾ അങ്ങനത്തെ എല്ലാം കിട്ടും. മീൽസ് എല്ലാം നമ്മുടെ വിഭവങ്ങളെല്ലാം എത്തിക്കഴിഞ്ഞു. ഒരു സൈഡിൽ നിന്ന് തുടങ്ങാം. കൊഞ്ച് വറുവൽ, ഫ്രൈ. ഇത് ലിവറാണ്, മട്ടൺ ലിവർ. നൈസ്. ഇത് മട്ടൺ എല്ലാം അടിപൊളി. ഓൾ ചെറ്റനാട് സ്റ്റൈൽ. കാട, അടിപൊളി. ഇനി തുടങ്ങാം. ഗ്രേവി നമുക്ക് ഏത് വേണമെങ്കിലും ഒഴിക്കാം. മട്ടൺ, ചിക്കൻ, അത് ചെട്ടിനാട് ഫുഡ് പറഞ്ഞാൽ നല്ല സ്പൈസിയാണ്. അപ്പോൾ ഇച്ചിരി സ്പൈസിയാണ് കേട്ടോ. നല്ല കുരുമുളകിൻ്റെ ഒക്കെ പീസ്. വെരി നൈസ്. കാളിഫ്ലവറും ആക്ച്വലി നല്ല വിശന്നിരിക്കണം. കുറേ ഗ്രേവി ഉണ്ട്. എല്ലാം ഇപ്പോൾ കൺഫ്യൂസ്ഡാണ്. മറ്റൊരു ചിക്കൻ ഏതൊന്നും മനസ്സിലാവുന്നില്ല. ഓക്കെ, അപ്പോൾ കഴിച്ചു തീർക്കാം. അടിപൊളി ചെട്ടിനാട് മീൽസാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ മുരുകപ്പ ചെട്ടിനാട് മെസ്സിലെ വിഭവസമൃദ്ധമായ ചെട്ടിനാട് ലഞ്ച്. അയ്യോ, വിശന്നിരിക്കുന്നുണ്ടേ. കഴിച്ചു തീർക്കും. ഇത്ര കഴിച്ചിട്ട് 7:20 ആയിട്ടുള്ളൂ. ഇത്രയും നോൺ വെജ് കഴിച്ചു. ഞങ്ങൾ 3 പേര് കഴിച്ചിട്ടുണ്ട് ഭക്ഷണം. മുരുകപ്പ ചെട്ടിനാട് മെസ്, 7th Cross വെസ്റ്റ്, തില്ലൈ നഗർ. അതാണ് സ്ഥലം, ഈ ലൊക്കേഷൻ. വരികയാണെങ്കിൽ നല്ല ഭക്ഷണം. ഓക്കെ, താങ്ക് യു.
അങ്ങനെ ചെട്ടിനാട് ബസ്സിൽ നിന്നും നമ്മൾ സിറ്റി പ്രൊമൈസ്, അത് കുറച്ച് ഉള്ളിലേക്കാണ്, ഉള്ളിൽ മീൻസ് ഒരു ഇടവഴിക്കകത്താണ്. ഇപ്പോൾ മെയിൻ സിറ്റി തില്ലൈനഗർ ഏരിയയിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഏതാണ്ട് വൈൻഡപ്പ് ചെയ്യാൻ സമയമായി. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ വിചാരിക്കട്ടെ. അപ്പോൾ താങ്ക് യു സോ മച്ച്, താങ്ക് യു ഫോർ വാച്ചിങ്. അപ്പോൾ കൂടുതൽ ട്രിച്ചി വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ